ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു അടിപൊളി ഡിഷുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ചുക്കൗനി, നേപ്പാളുകാരുടെ ഒരു അടിപൊളി സാലഡാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഈ ചുക്കൗനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല കട്ട തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു 1.5 കപ്പ് തൈര് ഞാൻ ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ അവസരത്തിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇതേ കട്ടിയാണ് ആവശ്യം, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സവാളയാണ്. ഇത് നന്നായിട്ട് തിന്നായിട്ട് കട്ട് ചെയ്തെടുത്ത സവാളയാണ്. അതൊരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പച്ചമുളകും പിന്നെ ഒരു തണ്ട് മല്ലിയില. പിന്നെയാണ് നമ്മുടെ മെയിൻ ഐറ്റം, നമ്മുടെ പൊട്ടാറ്റോ പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ ഇത് ഒരു 2 പൊട്ടാറ്റോ, ചെറിയ മീഡിയം സൈസ് പൊട്ടാറ്റോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തതായാലും കറുത്തായാലും കുഴപ്പമില്ല, പക്ഷെ വെളുത്തതാണ് നല്ലത്. പൊടിച്ചിട്ട് ചേർക്കാണ് നല്ലത്. ഞാനിത് പൊടിക്കാതെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് കാച്ചിയെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നമുക്കിത് കാച്ചിയെടുക്കാം. ഇത് നമ്മുടെ സാലഡിൻ്റെ മീതേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. നേപ്പാളുകാരുടെ ഒരു അടിപൊളി സാലഡാണ് കേട്ടോ ഇത്. ചുക്കൗനി സാലഡാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സാലഡാണ്. നമ്മുടെ ബാച്ചിലേഴ്സിനൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു സാലഡാണ്. ഇതുണ്ടെങ്കിൽ വേറെ കറിയുടെ ഒരു ആവശ്യവും ഇല്ല കേട്ടോ. ഇത് നേപ്പാളുകാർ മാത്രമല്ല കേട്ടോ, എല്ലാ രാജ്യക്കാരും ഉണ്ടാക്കുന്ന ഒരു അടിപൊളി സാലഡാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം.